സിദ്ധാർത്ഥിന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ABVPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടരുകയാണ്. കേസിൽ ഡീനിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടും ക്യാമ്പസുകളിൽ SFIയുടെ വിചാരണ കോടതികൾക്കെതിരെയുമാണ് പ്രതിഷേധം. സിദ്ധാർത്ഥിന്റെ നാടായ നെടുമങ്ങാട് നിന്ന് ആരംഭിച്ച മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ്. ചന്തു, ABVPയുടെ ലോങ് മാർച്ചാണ്. ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ലക്ഷ്മി, ലോങ് മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ജന പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയൊരു പൊതുജനങ്ങൾ തന്നെ ABVPയുടെ ഈ ലോങ് മാർച്ചിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ച മാർച്ചിലുടനീളം കണ്ടിരുന്നു. ഇപ്പോൾ ഈ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങി ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിദ്ധാർത്ഥിന്റെ ഛായാചിത്രം വച്ചിട്ടുണ്ട്. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും, കൂടാതെ മൺചിരാതുകൾ തെളിയിക്കും. എന്തായാലും ലോങ് മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും പന്തം കൊളുത്തി പ്രകടനമായാണ് ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നത്. അതായത് രാവിലെ സിദ്ധാർത്ഥിന്റെ അച്ഛൻ നെടുമങ്ങാടുള്ള വസതിയിൽ കൈമാറിയ ദീപശിഖ, ആ ദീപശിഖ ഒരു വ്യക്തിയിൽ നിന്നും ഒരു 100 പേരിലേക്ക് പകരുന്നതിന് സമാനമായി അതിനൊരു പ്രതീകമായി പന്തം കൊളുത്തി പ്രകടനത്തോടു കൂടിയാണ് ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടക്കുകയാണ്. രാവിലെ ആരംഭിച്ച ലോങ് മാർച്ച് അല്പസമയത്തിനകം ഈ പരിസമാപ്തിയാകും. സിദ്ധാർത്ഥിന്റെ നാടായ നെടുമങ്ങാട് നിന്ന് ആരംഭിച്ച ABVPയുടെ ലോങ് മാർച്ച് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലെത്തി അവിടെ നിന്ന് ദീപശിഖയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രയാണം നടത്തിയപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ലോങ് മാർച്ച് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചന്തുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.